ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നിയമോളുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ നിയമോളുടെ 5th ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അതിൻ്റെ ഡെക്കറേഷനിലാണ് ഞങ്ങളെല്ലാവരും. ഇത് ഈ ബാനർ നമ്മൾ പർച്ചേസ് ചെയ്തത് മീഷോന്നാണ് കേട്ടോ. ബാനർ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമ്മൾ മീഷോന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്, ഈ ഒരു സ്റ്റാൻഡ് ഉൾപ്പെടെ. ഈ ഒരു സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് കുറേ അധികം പണിയുന്നത്. മറിച്ചിട്ടും തിരിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല. മാനുവൽ വായിക്കുന്നു, ശരിയാവുന്നില്ല. ChatGPT എടുത്ത് വയ്ക്കുന്നു, ശരിയാവുന്നില്ല. അവസാനം യൂട്യൂബ് തന്നെ ശരണം. യൂട്യൂബിൽ നോക്കി അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ഞങ്ങൾ റെഡിയാക്കി എടുത്തു. അങ്ങനെ ബാനർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഡെക്കറേഷന് കാര്യങ്ങളെല്ലാം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ. ബിബിൻ ഓഫീസിൽ പോയിരിക്കുന്നുണ്ട്. നമ്മളുടെ ഫംഗ്ഷൻ ഈവനിങ് ഒരു 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലപോലെ സമയമുണ്ട്. അങ്ങനെ നമ്മളൊരു പഴംപൊരിയും ചായ കുടിച്ച് നമ്മുടെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തീം വരുന്നത് ഹണി ബീ ആണ് കേട്ടോ. അപ്പോൾ ഹണി ബിയോടനുബന്ധിച്ച് നമ്മളുടെ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മളുടെ ബലൂൺ ഡെക്കറേഷന് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഈ ഒരു ബലൂൺ യെല്ലോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഇടയിൽ കുറച്ച് ഗോൾഡൻ ബലൂണ് കാര്യങ്ങളൊക്കെ നമുക്കിനി വീർപ്പിച്ച് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഞാനും അഞ്ചും കൂടി തകർത്ത് ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര എളുപ്പപ്പണിയാണെന്ന്. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഈ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കാനായിട്ട്. ഇതോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നീയുടെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് എന്തായാലും ഈ ബലൂൺ വീർപ്പിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതൊരെണ്ണം എന്തായാലും നമ്മൾ വാങ്ങും എന്നുള്ളത്. എൻ്റെ പ്ലാൻ ആക്ച്വലി ഒരു സൈഡ് ബലൂൺ നല്ലപോലെ വീർപ്പിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബലൂൺ കുഞ്ഞാക്കി വെക്കാന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. എൻ്റെ ഐഡിയ പോലെ തന്നെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിയമോളെ കൊണ്ട് നമ്മളങ്ങനെ ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിർത്തി അവളെ ശരിയാവില്ല, ഓരോന്നെടുത്ത് നശിപ്പിക്കാൻ തുടങ്ങും. പിന്നെ നമ്മളുടെ തീം പറഞ്ഞല്ലോ ഹണി ബീ ആണെന്നുള്ളത്. അങ്ങനെ ഹണി ബീ വെക്കാൻ കയറിയ സമയത്താണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. നമ്മളുടെ കറണ്ട് ഒന്ന് ചെറുതായിട്ട് പോയിട്ടോ. അത് ആക്ച്വലി പോയതല്ല, നമ്മളുടെ ഹണി ബീ ആയിരിക്കണം ഒരു വലിയ ഹണി ബീ ഉണ്ടോ, ആ ഒരു ഹണി ബീ ഞാൻ വെക്കാൻ കയറിയ സമയത്ത് എന്തോ ഷോർട്ടേജ് സംഭവിച്ചതാണ്. എനിവേ നമ്മളത് ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 8 മണിയൊക്കെ ഇപ്പോൾ ബിബിൻ വന്നു. പിന്നെ നമ്മളുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ബിബിൻ അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ നമ്മളുടെ കുറേ ഹണി ബീ കുഞ്ഞന്മാരെ നമ്മളുടെ ബലൂൺസിലും അതുപോലെ ടേബിൾസിലൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു തീം കാണാനായിട്ട്? അടിപൊളിയായിട്ടില്ലേ? നമ്മൾ ചെയ്ത വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ടെങ്കിലും, ഞാൻ മാത്രമല്ല അഞ്ചും, ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക് നമ്മൾ വാങ്ങിച്ചത് ലുലു മോളിൽ നിന്നാണ് കേട്ടോ. ഈ കേക്കിൻ്റെ പേരിൽ കുറേ കഥകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു കേക്ക് വാങ്ങും, അത് ക്യാൻസൽ ചെയ്യും, പിന്നെ വേറൊരു ഡേറ്റ് പറയും, അത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ 2-3 പ്രാവശ്യത്തെ ക്യാൻസൽ ചെയ്താണ് കേട്ടോ ഇനി നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലെല്ലാം നടന്നു. ഇടയ്ക്ക് കറണ്ട് പോയതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളുടെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ നടന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഡെക്കറേഷൻ ആയാലും ഫുഡായാലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുഡ് വയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ചപ്പാത്തിയും ചില്ലി ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ
ഇപ്പം ഏകദേശം ടൈം എല്ലാവരും പോയി, ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇപ്പം ടൈം ഏകദേശം ഒരു 11 മണി 11:45 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചെറിയൊരു പരിപാടിയിലാണ്. നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് നാളത്തേക്ക് നമ്മളുടെ നിയമമൊക്കെ കൊണ്ടുപോകാനുള്ള ചെറിയ കുട്ടി ഗിഫ്റ്റ് റാമ്പ് കണ്ടോ. അപ്പം ഇത് ഇങ്ങനെ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് നല്ല ബാക്ക് പെയിനും പെടൽ വേദനയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളല്ലാതെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആരാളും ഇങ്ങനെ കഷ്ടപ്പെടുക, അത് ഓർക്കുമ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ് വാങ്ങിച്ചാണ്, പേപ്പർ ഗ്ലാസ് വാങ്ങിച്ചാണ്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു റൗണ്ട് ഉള്ളത്, ഈ സംഭവം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്യും. ആക്ച്വലി എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്, ബിക്കോസ് ഇതിൻ്റെ അകത്തൊരു വിസലുണ്ട്. പിള്ളേർക്ക് കളിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഒരു വിസലുണ്ട്. സോ ക്ലാസ്സിൽ കൊണ്ടുപോയി ചെല്ലുമ്പോഴത്തേക്കും ഈ പിള്ളേരെല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കി ടീച്ചർക്ക് പണി ഉണ്ടാവും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ എനിക്കുണ്ട് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റാമ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ ഇത് കൊണ്ടുപോയി കൊടുക്കണം, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ എല്ലാവർക്കും അത്രയേ ഉള്ളൂ. നമ്മുടെ വ്ളോഗ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.